നിങ്ങളെ വെള്ളമൊന്നും വേണ്ട. സ്നേഹത്തിന്റെ പേര് തനിക്ക് ഇത്തിരി വേണമെന്ന് ചോദിച്ചു, അത്ര തന്നെ. വേണ്ടെങ്കിൽ വേണല്ലോ. ഓ, ഞാൻ പോവുക. അല്ലാണ്ട് ഇവിടെ കയറി പാർക്കാമെന്നൊന്നുമല്ല. താൻ ഈ മദ്ദളം കൂട്ടും പാട്ടുപാട്ടൊക്കെ എഴുതുന്നു. എന്ത് മദ്ദളം, എന്താ അവാർഡ്? ഉദ്ദളമാ, ഉദ്ദളം. ആഹാ, ഓരോരുത്തർക്ക് അവാർഡ് കൊടുക്കുന്നത്. രാമൻകുട്ടി പൊതുവാ വലിയ ആശാനാണ്. എനിക്കെന്തുവാ ഇയാളെ നിലവിലാമ മദ്ദളച്ചറ്റ തീർന്നോ തീർന്നോ തീർന്നോ. കുറച്ചു മുമ്പ് നിർത്താൻ എന്താ വഴിയെന്നും പറഞ്ഞ് ഇവിടെ വന്ന് കരഞ്ഞ ആളാ. ഒന്ന് വേഗം വരിക്കണം. കഴിഞ്ഞു. മുതലാളി വിളിക്കുന്നു. സാധനം നാളെ അവിടെ എത്തും, വൈകുന്നേരത്തിന് മുമ്പ്. പൂനെക്കുള്ള ലോഡ് രാഘവനല്ലേ കൊണ്ടുപോകുന്നത്? അതെ. അതിലൊരു ചരക്കും കൂടി കയറ്റാനുണ്ട്. എന്ത് ചരക്ക്? അത് താൻ അറിയണ്ട. അറിയണം. ലോറി ഓടിക്കുന്നത് ഞാനാണെങ്കിൽ അതിലുള്ള ചരക്കെന്താണെന്ന് എനിക്കറിയണം. അതൊന്നും താൻ അന്വേഷിക്കണ്ട. പൂനെയിലെത്തുമ്പോ അതിന്റെ ആൾക്കാർ വന്ന് അതെടുത്തോണ്ട് വയ്ക്കോളൂ. മുതലാളി, കാര്യമൊക്കെ ശരിയാ. ഈ പരിപാടിക്ക് എന്നെ കിട്ടില്ല. തനിക്ക് എക്സ്ട്രാ ബാറ്റ വരുന്നില്ലേ? കള്ളക്കട സാധനം കൊണ്ടുപോയിട്ടുള്ള കാശ് എനിക്ക് വേണ്ട. എന്നാ താൻ വയ്ക്കും. മഹേഷ്, ഞാൻ ഈ സെയിൽസ് റെപ്രസെന്റേറ്റീവ് പണി നിർത്താൻ പോവാ. എന്തുപറ്റി? പുറത്തിറങ്ങിയ പെമ്പിള്ളരുടെ വിളി ജെട്ടി മാഷയെന്ന്, ആമ്പിള്ളരുടെ വിളി ബ്രേസിയർ മാഷയെന്ന്. നീ ഒരു കാര്യം ചെയ്യും, നീ ഇനി അത് രണ്ടു വിട്ടുകൊണ്ട് നടക്ക്. ചേട്ടാ, എന്താടാ? തടത്തിലെ ഭാർഗവമ്മയുടെ മകൻ പോലീസ് ലോക്കപ്പിൽ വെച്ച് മരിച്ചു. മരിച്ചല്ല, തല്ലി കൊന്നതാ. പോസ്റ്റ്മോർട്ടത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ മോനെ, ആ കാലമാടന്മാര് തല്ലിക്കൊന്നല്ലോടാ. എനിക്ക് ഞാനാ ഉള്ളത്. അയ്യോ, എന്റെ ദൈവമേ, ഇതിന് മാത്രം എന്ത് തെറ്റാണ്? എന്ത് പറ്റി പറഞ്ഞത്? പത്രടാൻ പോയ എന്റെ മോനെ മാല പൊട്ടിച്ചു എന്ന് പറഞ്ഞു പിടിച്ചോണ്ട് പോയതാണ്. ഇപ്പൊ കൊന്നുകൊണ്ട് വന്നിരിക്കുക. അതൊന്ന് ഒപ്പിട്ടിട്ടിയാൽ എനിക്ക് ഫയൽ ക്ലോസ് ചെയ്യാമായിരുന്നു. ഡോക്ടർ ഒപ്പിടരുത്. ഇവരുടെ കള്ളത്തരത്തിന് കൂട്ടിരിക്കരുത്. താനാരത് പറയാൻ? ഇത് ഡിപ്പാർട്ട്മെന്റ് കാര്യ. ഇത് ഡിപ്പാർട്ട്മെന്റ് കാര്യമല്ല, നാട്ടുകാരുടെ പ്രശ്ന. പ്രതിയെ പിടിക്കാൻ കഴിയില്ലെങ്കിൽ അത് പറ. കിട്ടിയവനെ പിടിച്ച് തല്ലിക്കൊല്ലുകയല്ല വേണ്ടത്. ഇവർക്കൊക്കെ കൂട്ടുനിൽക്കാൻ കുറച്ച് രാഷ്ട്രീയ. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം ഒന്ന് കേൾക്കുന്നതേ പുച്ഛ. അത് ഒപ്പിട്ട് ഡോക്ടർ. ഈ പീക്കിരി പിള്ളേർ വന്നിട്ട് നിങ്ങൾ എന്തിനാ പരിപാടിക്കുന്നത്? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കേട്ടില്ല നിലവിളി? സത്യമാണെന്ന് ഡോക്ടർ കണ്ടതല്ലേ? ഡോക്ടർ അങ്ങനെ പലതും കാണും. അത് തന്നെ ബോധിപ്പിക്കണോ? വേണ്ട, ആ റിപ്പോർട്ട് ഉണ്ടായാൽ മതി. ഞാനത് പറയായിരുന്നു ഇദ്ദേഹത്തോട്. പറഞ്ഞാ പോരാ, എഴുതണം. താൻ ആരാണോ ഡോക്ടറെ പഠിപ്പിക്കാൻ? ഗവൺമെന്റ് ജോലിക്കാരെ തടസ്സപ്പെടുത്തിയാൽ ശിക്ഷ എന്താണെന്നറിയോ? ചൂടാവേണ്ട ഇൻസ്പെക്ടറെ. യൂണിഫോം തുളിയും. നാട്ടുകാരെ ഇളക്കരുത്. ഡോക്ടർ ഒപ്പിടുന്നുണ്ടോ? എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. റിപ്പോർട്ട് ഞാൻ സ്റ്റേഷനിലെത്തിക്കാം. എന്നാ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. ഞങ്ങളിത് ലീഗലായി ടേക്കപ്പ് ചെയ്യാൻ പോവാ. ഡോക്ടർ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. തീർച്ചയായും. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എനിക്കറിയില്ല. എനിക്കാരുമില്ലാണ്ടായി മോനെ. 10ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചുകുട്ടിയാ. പത്രം വിട്ടിട്ടാ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അമ്മയ്ക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? എന്നാലും എനിക്ക് പോയത് പോയില്ലേ എന്റെ മോനെ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ കഴിയാ? ഞങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പിരിച്ചുണ്ടാക്കി കുറച്ച് കാശ. എന്താവശ്യത്തിന് ഞങ്ങളുണ്ടാവും എപ്പോഴും. ഇറങ്ങട്ടെ, ഇടയ്ക്ക് വരാം. എന്തായി ചെയ്യണേ? എനിക്ക് അമ്മയെ പോലല്ലേ, എന്റെ അമ്മയെ പോലെ. ജാതകം ഉത്തമത്തിൽ ചേർന്നിട്ടുണ്ട്. 15-ാം തീയതി പെണ്ണ് കാണാൻ വരുമെന്നാ പരമേശ്വരനാര് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്ക് ഹൈദരാബാദ് ട്രിപ്പ് കഴിഞ്ഞ് ഞാനിങ്ങെത്തും. വല്ലാതെ അലയനുണ്ട് ഈയിടെയായിട്ട്. ഈ തടി അതിനുവേണ്ടിയല്ലേ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി. മഹേഷിനൊരു ജോലി പറഞ്ഞു വെച്ചൂടെ നിങ്ങൾക്ക്? അറിഞ്ഞു വെച്ചിട്ടുണ്ട്, ശരിയാവും.
അതിന് അവനോടൊന്ന് ശ്രമിക്കണ്ടേ? അമ്മേ, മഹേഷേട്ടൻ കുറെ നേരം ചായ ചോദിക്കുന്ന ഓർത്തുണ്ട്. അടുപ്പത്ത് അരി തളിച്ച് മറിയുന്നു. ഉം. ഇന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ലേ നാട് നന്നാക്കാൻ? രാജശേഖരൻ മുതലാളി നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് കണ്ടേക്ക്. മുതലാളി ഇന്ന് തന്നെ കാണണം. എന്തിനാ? ലോറി ഡ്രൈവർ ആക്കാനാവും. നീ എന്താ മോൻ ഇങ്ങനെ? ആ ആശാന്റെ അടുത്ത് നിന്ന് പരാതി എന്നെ ഉപദേശിക്കാൻ. എന്നിട്ട് അന്ന് രാത്രി അങ്ങനെയുള്ള പഠിക്ക ചെന്ന് പൂരാത്തെറി. എന്താ അമ്മ ഇത്? ഇതെവിടെ ചെന്ന് അവസാനിക്കും? നാട്ടുകാരുടെയും കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ മോശക്കാരനാവുക. നിന്റെ അച്ഛന് നിനക്കറിയാഞ്ഞിട്ടാ. അറിയാഞ്ഞിട്ട് ദാ വരുന്നു. ഒക്കെ അറിയ ഒരു ദിവസം എല്ലാത്തിനും അവസാനം ഉണ്ടാവുകയും ചെയ്യും. അമ്മേ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കേ. ഞാനിതൊക്കെ കൊണ്ടുവന്ന് വെച്ച് നീ പഠിക്കാതിരിക്കണ്ട. ഒരു പഠിക്കേ. അല്ല, നോക്കട്ടെ, ഞാൻ കാത്തിരിക്കായിരുന്നു. ആഹാ, വന്നപ്പോഴേക്ക് തുടങ്ങിയോ പെണ്ണ് വെക്കിട്ട് കയറാൻ? ഇതിരി പറയാറ്. ഇന്ന് വരില്ലെന്ന് ഞാൻ സംശയിച്ചു. അതെന്താ? വരാമെന്ന് പറഞ്ഞ ഏതെങ്കിലും ദിവസം ഞാൻ വരായിരുന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, എങ്കിലും വൈകിയപ്പോ സമയം കളയാണ്ട് പോയിരുന്നു. പഠിക്കുമെണ്ണേ. ആ, എങ്ങനെയുണ്ട് ഇവളുടെ പഠിത്തമൊക്കെ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോടി? ഒക്കെ കണക്ക് തന്നെ. എപ്പോഴെങ്കിലും പുസ്തകത്തിന്റെ അരികിൽ ചെന്നിരിക്കുന്നത് കാണാം. അത് പോരാ, നന്നായിട്ട് പഠിക്കണം, ക്ലാസ് വാങ്ങണം. അതൊക്കെ റിസൾട്ട് വരുമ്പോ കണ്ടോളൂ. അത് രാഘവേട്ടനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്നേ. ഓ, അങ്ങനൊന്നും കരുതണ്ട. എന്നെ കൊണ്ടാവുന്ന ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ചായ ഉണ്ടാക്കാം. രാഘവേട്ടനകത്തേക്ക് വരൂ. അല്ല, ഇതാര്? നീ ഇതെവിടെ ആയിരുന്നു? ഇതെന്താടാ ഏതെങ്കിലും ചെട്ടിയാര് പുതിയ ചെട്ടി പുറത്തിറക്കി? ഇത് അതൊന്നുമല്ല. തിരുപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് പഴനിയിലൊന്നിറങ്ങി. നിനക്ക് ഭക്തിയും തുടങ്ങി. ഭക്തി അത്രയ്ക്ക് മോശപ്പെട്ട ഹാബിറ്റ് ഒന്നുമല്ല. പടികൾ കയറാനൊന്നും നിന്നില്ല. താഴെ നിന്ന് തൊഴുതു. പോരുമ്പോ കുറച്ച് പഞ്ചാമൃതവും വാങ്ങിച്ചു. അമൃതമുണ്ടോന്ന് അറിയില്ല, ഏതായാലും മധുരമുണ്ട്. ഞാൻ കഴിച്ചു നോക്കിയതാ. മുറുകായം കഴിക്കവാ മുത്തുക്കുമരായം കഴിക്കവാ മുറുകായം കുറച്ച് അവർ കൊടുത്തു. ഹലോ, പഴനീയപ്പ പഴനീയപ്പ. ഹലോ. ഇവനെന്ത് മോർണിംഗ് വന്നു. നഷ്ടപരിഹാരത്തിന്റെ കാര്യം എന്തായി മോനെ? വിധിയായിട്ടുണ്ട്. കിട്ടാൻ ചിലപ്പം 5-6 മാസം പിടിക്കും. എന്നാലും കിട്ടും. മോന്റെ ഒക്കെ നല്ല മനസ്സുണ്ട് അങ്ങനെ ഒരു കാര്യം. ആഹാ, എന്ത് ചെയ്താലും മോന് മാത്രമുള്ളോ പ്രശംസയും കീർത്തിപത്രവും? ആ, ഞങ്ങൾക്കൊരു കാലം വരും. മക്കളെ ദൈവം കാക്കും. കാക്കണം. പഴനിയിലെ പ്രസാദ. ഞാൻ പോട്ടെ മോനെ. അടുത്ത ആള് ഇതൊക്കെ തിരുപ്പൂരിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് 2 സ്പെഷ്യൽ ടൈപ്പ് ജെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. സ്പെഷ്യലാ? ആ, രാത്രി ഇട്ടാ തിളങ്ങും. ഇലൂമിനേഷൻ ജെട്ടി. ഇട്ടിട്ടുണ്ടെന്ന് 10 ജനം അറിയും. അയ്യേ അയ്യേ. അതിനെവിടെ അവൻ നാട് കണ്ട ഇറങ്ങിയിരിക്കല്ലേ? ഞാനിവിടെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ചോദിക്കാം. ലോറി ഓഫീസ് വരാൻ പറഞ്ഞ നിനക്ക് വലിയ നാണക്കേടാ അല്ലടാ? ലോറി ഡ്രൈവർ ആകാനല്ല ഞാൻ ഇത്രയൊക്കെ പഠിച്ചത്. അല്ല, ഇയാളിപ്പോ കളക്ടറാവും. വെള്ളം കുടിച്ച് വന്നിരിക്കുന്നത്. നിന്റെ കാശ് എവന്റെ കാശുണ്ടാവോ ഞങ്ങള് കുടിച്ചു? ഇവളെയും തല്ലും നിന്നെയും തല്ലും. എനിക്ക് തള്ളണമെന്ന് തോന്നുന്ന ആരെയും തല്ലും. ഇങ്ങനെ തല്ലിയാ തിരിച്ചു കിട്ടുമെന്ന് ഓർമ്മ വേണം. നിന്റെ തന്തേ നീ തല്ലും അല്ലടാ? എന്താടാ, എന്ത് പറ്റി? ഇന്നലെ രാത്രി മഴക്കുണ്ടാക്കി. എന്നെ തല്ലിക്കൊന്നാലും അച്ഛന് സമാധാനാവും. എങ്ങോട്ടെങ്കിലും നാട് വിട്ടു പോയാലോ എന്ന് ആലോചിക്കാം. എന്താ ഈ പറയുന്നത്? നാട് വിടാൻ എല്ലാറ്റിനും നീ വെറുതെ നിന്നു കൊടുത്തിട്ടാ? പറയാതിരിക്കാൻ വയ്യ. മഹാമോശമായിക്കൊണ്ടിരിക്കുക നിന്റെ അച്ഛന്റെ സ്വഭാവം.